ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കാം, മുമ്പൊക്കെ ആണെങ്കിൽ റിവ്യൂസും കാര്യങ്ങളും പടം ഇറങ്ങി തിയേറ്റർ റെസ്പോൺസ് വന്ന് കണ്ട് അവർ പോവുകയാണ്. ഇപ്പം ഒരു പടം മോശമെന്ന് പറയാൻ റിവ്യൂ പറയണത് മാത്രം വേണ്ട, സ്വന്തമായിട്ട് എഴുതി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലിക്കാവുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും റിവ്യൂവേഴ്സ് അല്ല പടം നശിപ്പിക്കുന്നത്. പടം മോശമായതുകൊണ്ടാണ് ഇവർ മോശമെന്ന് പറയണത്. ഈ റിവ്യൂവേഴ്സ് നല്ലതെന്ന് പറഞ്ഞ് ഹിറ്റായ പടങ്ങൾ എന്ത് റിവ്യൂവേഴ്സിൻ്റെ തലയിടാത്തത്? പടം കൊള്ളൂല എന്നുള്ള പടം മാത്രം നോക്കിയാലേ ഇവിടെ തലയിടുന്നുള്ളൂ. എത്രയോ ഇൻഡസ്ട്രിയിൽ അടിച്ച പടങ്ങളുണ്ട്. ഇതെല്ലാം തിയേറ്റർ റെസ്പോൺസ് റിവ്യൂസ് എന്നാണ് ഈ പടത്തിൻ്റെ ആൾക്കാരെ പേജുകളെടുത്ത് നോക്കി അറിയാൻ പറ്റും. നിങ്ങളെപ്പോലത്തെ റിവ്യൂവേഴ്സ് ചാനൽസ് തിയേറ്റർ റെസ്പോൺസാണ് ഇവരെടുത്തിടണത്. പടം കൊള്ളാം 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 എന്ന് പറയുന്നത്, അത് കൊള്ളൂല എന്ന് പറയുന്നത് ഇവർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ മേലൊരു PR വർക്ക് നടക്കുന്നുണ്ട്. നെഗറ്റീവ് പുറത്ത് വരാൻ പാടില്ല, പോസിറ്റീവ് മാത്രമേ പുറത്ത് വരാവൂ. നെഗറ്റീവ് ഇടുന്ന ഒരു ചാനലിൽ വരെ കോപ്പിറൈറ്റ് കൊണ്ടിട്ട് അങ്ങനെ പല രീതിയിലുള്ള തന്തയില്ലാത്തതും സിനിമാക്കാർ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ ഇവർക്ക് പേടിയാണ്. അതായത് ഇവരെ പടം മോശമാണെന്ന് 4 ആൾ പുറത്ത് പറയാൻ പാടില്ല. ഇപ്പോൾ വന്ന് നമുക്കിപ്പോൾ ഒരു പടം കൊള്ളൂല എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയി. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ ജനങ്ങളിൽ നിന്ന് കിട്ടാവൂ എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ സിനിമ മേലെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പടങ്ങൾ നമ്മളിപ്പോൾ റിവ്യൂ എടുക്കുന്നത്, ഞാനും തിയേറ്റർ റെസ്പോൺസ് പറയുന്നുണ്ട്. ഒരുപാട് പേര് ഇതിൽ ഞാൻ നെഗറ്റീവ് പറയുന്ന സിനിമയാണെങ്കിൽ പോലും അവർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് നമ്മൾ പറയുന്നതിൽ പോസിറ്റീവ് മാത്രം ഇടുന്നുണ്ട്. നെഗറ്റീവ് എടുക്കരുത്, നെഗറ്റീവ് വരണമെന്ന് ഒരുപാട് പേരുടെ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ബ്രോ, പടത്തിന് പോസിറ്റീവ് മാത്രമേ പോകാവൂ. ഇത് പടത്തിൻ്റെ ആൾക്കാർ ചെയ്യുന്നതാണ്. ഇപ്പം ഒരു സത്യസന്ധമായ ഒരു ചാനൽ പടം ഓക്കെയാണ് അല്ലെങ്കിൽ പടം കൊള്ളൂല, ജനങ്ങൾ എന്താണോ പറയുന്നത് അത് ഒരു രീതിയിൽ കട്ട് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ 3ൻ്റെ അന്ന് അവരെ ചാനലിൽ ആ വീഡിയോ കാണൂല. യുവന്മാർ കോപ്പിറൈറ്റ് ഇഷ്യൂ എടുത്ത് അവർക്കത് പണി ഉണ്ടാക്കും. ഒരുപാട് ചാനലുകൾ പൂട്ടിച്ചിട്ടുണ്ട്.